വെൽക്കം ടു ക്രിസ് ആൻഡ് ഡയറി. അപ്പോൾ ഇന്ന് ദിവസം April 10. ഞാൻ ഇന്ന് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം ഓൾമോസ്റ്റ് ഒരു 6-7 മാസത്തിന് ശേഷം, 1 year 6 months ശേഷം ഞാൻ ഫൈനലി നാട്ടിലോട്ട്, നമ്മുടെ കേരളത്തിലോട്ട് വരികയാണ് ഫ്രം അയർലൻഡ്. സോ അയർലൻഡ് ടു കേരള ആണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ജേർണീനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം വീട്ടിൽ നിന്ന് ബാക്ക് ടു നമ്മുടെ കേരളത്തിൽ. ഓക്കെ, സോ അതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ കുറേ നാൾക്ക് ശേഷം അങ്ങനെ നമ്മുടെ ഇസബേബിനെ കാണാൻ പോവാണ്, എൻ്റെ പാരൻസിനെ കാണാൻ പോവാണ്, ക്രിസ്റ്റിയുടെ ഫാമിലിനെയും എല്ലാ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോവാണ്. അപ്പോൾ റിയലി എക്സൈറ്റഡ്. സോ സ്റ്റേ ട്യൂൺഡ്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. എൻ്റെ ഫുൾ ഇന്നത്തെ ഫ്ലൈറ്റ് ജേർണി ഒക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ സീ യു, ബൈ. ഇപ്പം സമയം 5:50. ഞങ്ങൾ പെട്ടിയൊക്കെ എടുത്തത് കാറി വെക്കുന്നുള്ളൂ, കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ പെട്ടിയൊക്കെ ഞങ്ങൾ കാറിൽ വെക്കുന്നു, വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങാൻ പോകുന്നു. നമുക്ക് ഇവിടെ നിന്ന് ഡബ്ലിൻ എയർപോർട്ടിലോട്ട് ഒരു ഓൾമോസ്റ്റ് 44 കിലോമീറ്റർ ആണ് ഉള്ളത്. ഏകദേശം ഒരു 30 minutes ഡ്രൈവ് ആണ്. ഞങ്ങൾ കില്ലൈനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ ഡബ്ലിൻ എയർപോർട്ടിൽ പോകുന്നത്. അപ്പോ ഇതാണ് 6 മണിയായ നമ്മുടെ ഡബ്ലിൻ കാണാൻ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് ഞാൻ നിങ്ങൾക്ക്. ഇപ്പൊ സമയം 6 മണി. ക്രിസ്ത്യൻ താത്തിയാണ് കാർ ഓടിച്ച് എന്നെ ഡ്രോപ്പ് ചെയ്യണത്. കുട്ടികളൊക്കെ പുറകിലുണ്ട്. അപ്പൊ അവരും നമ്മുടെ കൂടെ വരുന്നു. ഇത് ഡബ്ലിനിലത്തെ ഫേമസ് ആയിട്ടുള്ള M50 എന്ന് പറഞ്ഞൊരു ഹൈവേ ആണ്. ഈ ഹൈവേയിൽ ഇപ്പോ സമയം 6:15 ആയതുകൊണ്ട് അധികം ട്രാഫിക് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരു 30 minutes ഒരു 30-35 minutes നമുക്ക് ഡബ്ലിൻ എയർപോർട്ടിൽ എത്താൻ പറ്റുന്നത്. പക്ഷേ അതല്ലെങ്കിൽ ഓഫീസ് ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ കാണുന്ന അത്രയും തിരക്കില്ലെങ്കിലും അത്യാവശ്യം തിരക്ക് ഈ റോഡിലുണ്ടാവും. അപ്പൊ ഈ 30 minute എയർപോർട്ടിൽ എന്നുള്ളത് പറയണത് 30 minutes പകരം ഒരു ചിലപ്പോൾ 1.5 hour ഒക്കെ ആവാം. 1.5 hour. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബ്ലിനിലത്തെ M50 റോഡ്. അങ്ങനെ നമ്മൾ ഡബ്ലിൻ എയർപോർട്ട് എത്തി. ഇതാണ് ടെർമിനൽ 2. എൻ്റെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യണത് ടെർമിനൽ 1 ആണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ ടെർമിനൽ 1 പോകുന്നത്. ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി. എവിടെയാണ് നമ്മുടെ ടെർമിനൽ 1? അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളുടെ പെട്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. നമ്മൾ ഡബ്ലിൻ എയർപോർട്ടിന്റെ ഒരു മോസസ് എന്ന് പറഞ്ഞൊരു സംഭവമാണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നമുക്ക് 1, 2 ഇതാണ് മെയിൻ ലഗേജ്. ഇത് ക്യാബിൻ ബാഗേജ് ആണ്. ഇത് പറഞ്ഞാൽ ഹോൾസെയിലറും പിന്നെ എൻ്റെ ലാപ്ടോപ്പ് ബാഗും പിന്നെ ഇത് കുഞ്ഞൊരു. അപ്പൊ അത്ര ബാഗ് ഇത്രേ ഉള്ളൂ. ഓൾറെഡി ചെക്ക് ഇൻ ചെയ്ത കാരണം ബാഗ് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്താൽ മതി. വെയിറ്റ് ചെയ്യിക്കുന്നു, അത്ര ഉള്ളൂ. ബാഗിന്റെ സംഭവം കണക്കൊക്കെ നോക്കിയിട്ട് ഓൾ ഓക്കെ ആണെന്ന് പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ 30 kg ആണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. 30 kg മറ്റേ ഈ ഫ്ലൈറ്റിൽ കയറ്റി വരുന്ന ബാഗ് 30 kg. പിന്നെ ഈ ക്യാബിൻ ബാഗേജ് എന്ന് പറഞ്ഞാൽ 7 kg ആണ്. അതാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ നമ്മളിനി ബാഗിന്റെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട്, അവിടെയാണല്ലോ പ്രശ്നം വരാൻ പോകുന്നത്. നമ്മൾ യൂഷ്വലി എപ്പോഴും ടെൻഷൻ ഉള്ള ഒരു സമയം എന്ന് പറയുന്നത് വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണോ എന്നുള്ളൊരു ആ ഒരു സ്റ്റേജാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, So
Yeah, we have myself from Abu Dhabi to Sydney. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്. എൻ്റെ EY46 ആണ്, എത്തിഹാഡിന്റെ എയർവേസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തേക്കണത്. അപ്പോൾ ഞാൻ 9 മണിക്ക് ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്യും. 19:25 അവിടെ അബുദാബിയിൽ എത്തും. പിന്നെ നമ്മൾ 21:40, ഇപ്പൊ ഏകദേശം ഒരു 2 hours ടൈം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 21:40 നമ്മൾ അബുദാബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊച്ചി ഒരു 3:10, അതായത് ഒരു പാതിരാത്രിയാണ് ഞാൻ കേരളം കാണുന്നത്. അപ്പൊ കേരളത്തിന്റെ ഭംഗിയൊന്നും യാത്ര ചെയ്തുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മള് പാതിരാത്രി 3 മണിക്ക് ഞാൻ കേരളത്തിൽ ലാൻഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ഈസി ആയിട്ട് ഫൈനലി ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് നമ്മുടെ ഇസ ബേബി ആയിട്ട് റീയുണൈറ്റ് ചെയ്യുമ്പോൾ അവള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ട് കൊച്ചു ഭയങ്കര സന്തോഷത്തിലാണ്. അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പാരന്റ്സ് എല്ലാവരും കാണാം, ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, എല്ലാം ഓക്കെ ആയി. നമ്മുടെ ബ്ലൂ വലിയൊരു ബാഗ് കണ്ടില്ലേ, അത് 21 kg ആയിരുന്നു. പിന്നെ വേറെ ഒരു ടാർക്കോയ്സ് കളർ, നല്ല ജിൻജാക്ക് കളറുള്ള ആ ബാഗ് 8 kg ആണ്. പിന്നെ ഇത് ക്യാബിൻ ബാഗേജ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ബാഗും ഉണ്ട്, എൻ്റെ ലാപ്ടോപ്പ് ബാഗ്. അപ്പോൾ ഓൾ ഓക്കെ, എല്ലാം സെറ്റാണ്. അപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോ ഇച്ചിന് എന്താ പറയാനുള്ളത്? ഞാൻ പോവാണ്, എന്നെ മിസ് ചെയ്യോ? എന്നൊരു പാട്ടൊക്കെ പറയട്ടെ. എന്നെ മിസ് ചെയ്യോ? ഞാൻ മിസ് ചെയ്യും. പിന്നെ കൊച്ചു വരുന്ന എക്സൈറ്റ്മെന്റിലാണ് ഞാനും. പിന്നെ 1 month ആണ് അവര് പോകുന്നത്, അല്ല ഇവള് പോകുന്നത്. 1 month ഞാൻ വീണ്ടും ബാച്ചിലർ. എനിക്കറിയാം ഉള്ളില് സന്തോഷമായിരിക്കും. നമ്മള് ചുമ്മാ അത് പറയുമ്പോ അയ്യോ എന്റെ ഭാര്യ പോണല്ലോ, 1 മാസം കഴിഞ്ഞിട്ടാണല്ലോ പോണേ, സങ്കടമായിരിക്കും പറയുമ്പോ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അതൊന്നും ഞാൻ തുറന്നു പറയില്ല. ഉള്ളിലുള്ള എല്ലാം നമ്മൾ തുറന്നു പറയാൻ പാടില്ല. നമ്മള് ആത്മാർത്ഥത കാണിക്കണം, കുറച്ച് തുറന്നു പറയണം. ഏതായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം കൊച്ചു വരാൻ പോവാണ്. അവസാനം ഞങ്ങള് ഒരുപാട് നാള് വെയിറ്റ് ചെയ്തിട്ട് അവസാനം അത് സമയത്തിന് കിട്ടി. ഇപ്പൊ കൊണ്ടുവരാൻ അലൗഡാണ്. ഇപ്പം നമുക്ക് കൊച്ചിനെ കൊണ്ടുവരാൻ. അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങള്. അപ്പൊ ഞങ്ങള് ശരിക്കും വീണ്ടും ശരിക്കുള്ള മറ്റൊരു ലെവൽ ജീവിതം ആരംഭിക്കാൻ പോവാണ് വീണ്ടും അയർലൻഡില്. ഒരു പാരന്റ്സ് ഇപ്പൊ ഇത്ര നാള് ഞങ്ങൾ രണ്ടുപേരും ഒരു ബാച്ചിലർ ലൈഫ് പോലെയാണ്. തിരിച്ചു വന്നാൽ കൊച്ചായിട്ടുള്ള ഒരു കുടുംബജീവിതം എന്ന് പറയാം, ഒരു ഫാമിലി ഇതായിരിക്കും. അപ്പൊ നല്ലൊരു ട്രാൻസിഷൻ ആയിരിക്കും ഞങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത്. അപ്പോ ഞങ്ങൾ കുറച്ചും കൂടി നന്നാവാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ അത്രേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ജേർണിയാണ് അപ്പോ ഞങ്ങളുടെ ലൈഫില്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ജോലി കിട്ടിയാലാണ് നമുക്ക് ജോബ്, അതായത് നമുക്ക് ക്രിട്ടിക്കൽ സ്കിൽ വിസ എന്ന് പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയ്മെന്റ് പെർമിറ്റ് കിട്ടണം. എന്നാലാണ് നമുക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റുക. ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ രണ്ടുപേരും ഇൻഡിവിജ്വലി സ്റ്റുഡൻസ് ആയിട്ട് വന്നതാണ്, ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നതല്ല അയർലൻഡിൽ. അപ്പോൾ എനിക്കിപ്പോൾ ജോലി കിട്ടി, കാരണം ക്രിട്ടിക്കൽ സ്കിൽ പെർമിറ്റ് അടിച്ചു കിട്ടിയ കാരണം ദൈവം സഹായിച്ച് ഇപ്പോൾ അങ്ങനെ കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ജേർണി ഇച്ചു പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഒരു മൈൽ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ പറയുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ജേർണിയാണ്. സോ ഞാനിവിടെ പറഞ്ഞയക്കുകയാണ് കേരളത്തിലോട്ട്. കേരളം കാണാൻ മിസ്സാവില്ല, എനിക്ക് ഒരുപാട് മിസ് ചെയ്യും. എനിക്ക് കേരളം ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. കാരണം ഭയങ്കര ഇഷ്ടമാണ് കേരളം. അയർലൻഡിനേക്കാളും ഇഷ്ടമാണ്. കാരണം മഴയും മണ്ണും അവിടുത്തെ ഫീലൊക്കെ വേറെ തന്നെയാണ്. ഒരിക്കലും കേരളത്തിന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. വരണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വരാൻ സാധിക്കില്ല. നമുക്ക് ഇവളെ പറഞ്ഞയക്കുകയാണ് നമ്മുടെ മുത്തിനെ കൊണ്ടുവരാൻ. അപ്പോ ബൈ, ഹാപ്പി ജേർണി. ബൈ. എനിക്കും വിഷമമുണ്ട് ഇച്ചിനെ, ലൈക്ക് 1 മാസം മിസ് ചെയ്യും, ഉറപ്പായിട്ടും തീർച്ചയായിട്ടും മിസ് ചെയ്യും. പക്ഷെ ലൈക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേരളത്തിൽ പോയപ്പോൾ ഞാൻ വീഡിയോ എന്നല്ല ഒരു ഫോട്ടോ പോലും ഞാൻ സത്യം പറഞ്ഞാൽ എടുത്തിട്ടില്ല. കാരണം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കേരളത്തിൽ പോവാ, പാരന്റ്സിനെ കാണും, ഫ്രണ്ട്സിനെ കാണും എന്നൊക്കെ ഉള്ളൊരു സന്തോഷമുണ്ട്. പക്ഷെ അതേസമയം ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടമാണ്. കാരണം തിരിച്ചു വരുമ്പോൾ എനിക്കറിയാം നമ്മുടെ മോളെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അത് കാരണം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതുവരെയുള്ള ഞാൻ ഒരു ജേണിക്കും ഒട്ടും ഹാപ്പി അല്ല. പക്ഷെ ഇത്തവണ ഇച്ചുവിനെ മിസ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഒഴിച്ചു നോക്കുകയാണെങ്കിൽ ആരും സംഭവം മിസ് ചെയ്യും, ശരിയാണ്. പക്ഷെ അല്ലെങ്കിൽ ഞാൻ ഇത്തവണ ശരിക്കും ഹാപ്പിയാണ്. കാരണം എനിക്ക് ഫ്രണ്ട്സിനെയും കാണാം, ഫാമിലിനെയും കാണാം, എല്ലാവരെയും കാണാം.
ഒരു മാസം ഉണ്ട് ലൈക്ക് അത് കഴിഞ്ഞിട്ട് അവസാനം ഫൈനലി കൊച്ചിനെയും കൊണ്ടുവരാം. സോ ഇതെനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ട്രിപ്പാണ്, ഒരു മെമ്മറബിൾ ട്രിപ്പായി മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അത്രയുള്ള ഗൈസ്, പൊയ്ക്കോ വേഗം. ശരിയതാ. അപ്പോ ഫ്ലൈറ്റില് ഇനിയിപ്പോ അവള് മാത്രമായിരിക്കും. അവളുടെ ചെറിയ ചെറിയ കൊച്ചു കുസൃതികൾ വണ്ടിയിലിരുന്ന് അല്ല പ്ലെയിനിലിരുന്ന് കാണാം. അവള് കഴിക്കുന്ന ഫുഡും, അതെ ഞാൻ കഴിക്കുന്ന ഫുഡും, പിന്നെ കുറച്ച് ആകാശ മേഘങ്ങളെയും കണ്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്നല്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ സമയം അനുസരിച്ചിരിക്കില്ല. രാത്രിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല. തൃശ്ശൂരിന്റെ പുണ്യാളന്റെ ഗഡീത കൊച്ചിയിലോട്ട് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ക്യാമറ നമ്മുടെ അന്നയിലോട്ട് കൈമാറുന്നു. Bye, Kristen Matthew. I'm gonna miss you. അങ്ങനെ അവളെ ഡിപ്പാർച്ചർ ഗേറ്റിലോട്ട് പറഞ്ഞയച്ചുകൊണ്ട് അവള് സന്തോഷം. അങ്ങനെ നമ്മൾ ഡിപ്പാർച്ചർ ഗേറ്റിലെത്തി. ഇനി നമ്മൾ സെക്യൂരിറ്റി ചെക്കും എല്ലാമാണ്. നമ്മൾ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ബാഗിലത്തെ ഇവിടെ ഫുൾ ബാഗ് അങ്ങനെ തന്നെ വെച്ചാൽ മതി, കാര്യങ്ങൾ എടുത്തു വെക്കണ്ട. അപ്പോൾ ബാഗ് അങ്ങനെ തന്നെ വെച്ചു. ജാക്കറ്റ് വെക്കണം, നമ്മുടെ തലയിൽ എന്തെങ്കിലും ക്യാപ്പ് ഉണ്ടെങ്കിൽ അത് വെക്കണം, പിന്നെ ബൂട്ട്സ് വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞു. EY46 ബോർഡിംഗ് സോൺ എന്ന് പറഞ്ഞ 5 ആണ്, ഗേറ്റ് 305. അപ്പോൾ അതിൽ നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മുടെ ബോർഡിംഗ് സോൺ എഴുതിയിട്ടുണ്ടാവും ഗേറ്റ്. അത് നോക്കിയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് ആ ഒരു വഴി നോക്കി പോവാം. ഇതാണ് ഇവിടുത്തെ ഷോപ്സ് ഒക്കെ. ഇവിടെ മാക്ക് ഉണ്ട്, പിന്നെ കുറേ കോസ്മെറ്റിക്സിൻ്റെ ഇതുണ്ട്, കുറേ അത്യാവശ്യം നല്ല ഷോപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡബ്ലിനത്തെ എയർപോർട്ടിൽ കാണാൻ പറ്റുന്നത്. വീട് ഇത്തിരി ഷേക്കിംഗ് ആയിരിക്കും, കാരണം ഞാൻ ട്രോളി ബാഗും കൂടി വലിക്കണ കാരണം കുറച്ച് ഇതായിരിക്കും. കുറേ ഷോപ്സ് കാണാം നിങ്ങൾക്ക്. അപ്പം എൻ്റെ 305 ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ 301 to 307 ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് പോകുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളെ ബോർഡിംഗ് സോൺ നോക്കിയിട്ട് ആ ഗേറ്റ് നമ്മൾ ടിക്കറ്റിൽ എഴുതിയ ഗേറ്റ് അനുസരിച്ച് നമ്മൾ പോകുന്നു. അപ്പോൾ എൻ്റെ 305. അപ്പോൾ നമ്മൾ ഇവിടെ പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ ഷോപ്സ് ഉണ്ട്. ഇത് ഓരോ ഗേറ്റിലും ഓരോ ഡിഫറെൻറ്റ് ഷോപ്സ് ആണ്. അപ്പോൾ ടേസ്റ്റ് ഓഫ് അയർലൻഡ് അങ്ങനെ പല അടിപൊളി ഷോപ്പുകളുണ്ട്. ബാരിസ്റ്റ കോഫി, ഡ്രസ്സുകൾ, ഇവിടുത്തെ അയർലൻഡിൻ്റെ കുറച്ച് മാഗ്നറ്റിക് നെയിംസ്, പിന്നെ ഫുഡ് ഐറ്റംസ്, അയർലൻഡിൻ്റെ ഓരോ ഷോളും കപ്പും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ, അയർലൻഡിൻ്റെ എന്തെങ്കിലും ആയിട്ട് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം. അപ്പോൾ എഗെയിൻ 305 ആണ്. നമ്മൾ മുന്നോട്ട് പോകുന്നു. ഗേറ്റ് ക്ലോക്കൊക്കെ നല്ല രസത്തിൽ കാണാം. അങ്ങനെ നമ്മൾ 305 എത്താറായി. അങ്ങനെ ഈസ ബേബി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്ക് കേൾക്കാം. Wish you a safe journey. I'm waiting for you. I'm waiting for you. Safe journey. Safe journey. Safe journey. Safe journey. അങ്ങനെ ഈസ ബേബിയുടെ വിഷസ് ഒക്കെ കിട്ടി. ഞാൻ ബോർഡിംഗ് സോണിലെത്തി, 305 ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അവിടെ സീറ്റ്സ് ഒക്കെ ഫുൾ ആയതുകൊണ്ട് തൽക്കാലം ഞാൻ ഇതൊക്കെ കണ്ടിരിക്കുന്നു. ഇവിടെ കുറേ പിള്ളേരും കുട്ടികളും എല്ലാവരും ഉണ്ട്. എൻ്റെ 305 അവിടെ എവിടെ എങ്ങാണ്ടാണ്. ഞാൻ കുറച്ച് മാറി നിൽക്കാണ്. ഓക്കെ, താങ്ക് യു കുഞ്ഞുഷേ, താങ്ക് യു. അങ്ങനെ എൻ്റെ ഗേറ്റ് 305A നമ്മൾ താഴെ പോവാണ്. വെയിറ്റ് ചെയ്യാൻ പോവാണ് കുറച്ചു നേരം. ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഹലോ. Augustine, welcome aboard. Yeah. When it's with this, Thank you. down there. Yeah, thank you.
അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഇപ്പൊ ടൈം 8:39 ആണ്. ഇനി നമ്മൾ അബുദാബിയിലോട്ടാണ് പോകുന്നത്. അബുദാബിയിലോട്ട് 7 hours 22 minutes ഉണ്ട്. അപ്പൊ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞപ്പോൾ 28 degrees Celsius ആണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഡബ്ലിൻ ടു അബുദാബി. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഞാൻ ഈ ട്രിപ്പിന്റെ ഇടയ്ക്ക് എനിക്ക് വിൻഡോ സീറ്റ് അല്ല, സൈഡ് സീറ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പുറത്തത്തെ കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ ഫുഡൊക്കെ വരുമ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ഫുഡ് വരും. പിന്നെ വേറെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫ്ലൈറ്റിൻ്റെ ഇനി അബുദാബി വരെയുള്ള ജേർണിയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ എത്തിഹാഡിൻ്റെ ഫ്ലൈറ്റിൽ നമുക്ക് കിട്ടിയത് ട്യൂൺ ഇൻ ട്യൂൺ ഔട്ട് എന്ന് പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു പാക്കറ്റ്. അതിനകത്ത് നമുക്ക് നോക്കാം എന്താ ഉള്ളതെന്ന്. ഒരു ഹെഡ്ഫോൺ ഉണ്ട്, നമുക്ക് മൂവി കാണാനോ ലൈക്ക് വേറെ എന്തെങ്കിലും ഗെയിംസ് കളിക്കാനൊക്കെ വേണ്ടിയിട്ടൊരു എത്തിഹാഡ് എന്ന് എഴുതിയൊരു ഹെഡ്ഫോൺ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞ് പാക്കറ്റും കൂടി ഉണ്ട്, സ്ലീപ്പ് ടൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പാക്കറ്റിൽ ഒരു പൗച്ചിൽ നമുക്ക് കിട്ടിയ ഐറ്റംസ് എന്ന് പറഞ്ഞത് ഇതാണ്. എത്തിഹാഡ് വേക്ക് മീ അപ്പ് ടു ഈറ്റ്. ഓക്കെ, അങ്ങനെ ഒരു എഴുതിയ ഒരു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞാൽ ആ സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം. പിന്നെ അതെ ഒരു കുഞ്ഞ് ഒരു കോൾഗേറ്റിന്റെ ഒരു ടൂത്ത് പേസ്റ്റും, പിന്നെ നമുക്കൊരു കുഞ്ഞൊരു ബ്രഷ് കിട്ടി, കുറച്ച് ഹാൻഡ് സാനിറ്റൈസർ. പിന്നെ ആ പാക്കറ്റിൽ ഇയർ പ്ലഗ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ആ സ്ലീപ്പ് ടൈറ്റ് എന്ന് പറഞ്ഞ പൗച്ചിലുള്ള ഐറ്റംസ്. ആ ടാഗുള്ള ജസ്റ്റ് ഒരു ബ്ലാങ്കറ്റ് ആണ്. പിന്നെ നമുക്കൊരു പില്ലോ കിട്ടി. അപ്പോൾ അത്രേ ഉള്ളൂ അവർ തന്ന ആ ഒരു കിറ്റിൽ. നമ്മൾ ആക്ച്വലി ഇന്ന് ട്രാവൽ ചെയ്യണത് ഈദിന്റെ ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ക്രിസ് ആൻഡ് ഡയറിയുടെ വക ഈദ് മുബാറക്, എല്ലാവിധ വിഷസും. അപ്പോൾ ഇപ്പോൾ സമയം 9:54 ആണ് ഡബ്ലിനിൽ. ഇപ്പോൾ ടൈം ടു അബുദാബി എന്ന് പറയുമ്പോൾ 6 hours 11 minutes ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സിനിമ കാണാം, ബോറടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വർത്താനം പറഞ്ഞിരിക്കാനൊന്നും എൻ്റെ സൈഡിൽ നമ്മുടെ നാട്ടുകാരില്ല. അപ്പം അതുകൊണ്ട് ഞാൻ സിനിമ കാണാൻ പോവാണ്. ഏതെങ്കിലും ഒരു സിനിമ കാണും. അപ്പം ഞാൻ ബാർബി കാണാൻ പോവാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ വലിയ ബാർബി ഡോളിന്റെ ഫാനൊക്കെ ആയിരുന്നു. ഭയങ്കര വാശി പിടിക്കായിരുന്നു ബാർബി ഡോള് മേടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും അത് അതിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ബാർബി കാണാൻ പോവാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ ഫുഡൊക്കെ വന്നു തുടങ്ങി, വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഫുഡിന് വേണ്ടി ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അടുത്തെത്താറായി, അടുത്തെത്താറായി. നമുക്ക് ആദ്യത്തെ ഫ്ലൈറ്റിലത്തെ ഫുഡ് കിട്ടി. ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊരു സാലഡാണെന്ന് തോന്നുന്നു. അപ്പം അത് കിട്ടി. പിന്നെ ഒരു ഡെസേർട്ടായിട്ട് ഡബിൾ ചോക്ലേറ്റ് മോസ് കിട്ടി. പിന്നെ ഒരു ബൺ കിട്ടി. പിന്നെ ഞാൻ മാംഗോ ജ്യൂസ് ഓർഡർ ചെയ്തു. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട്. പിന്നെ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ ചിക്കനാണ് ഓർഡർ ചെയ്തത്. ഇതാണ് നമ്മുടെ ഫുഡ്. റൈസും ചിക്കനാണ് ഫുഡ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതാണ് ഫുഡ്. അടിപൊളിയാണ്. നല്ല കിടു ഫുഡായിട്ടുണ്ട്. ഇതാണ് സാലഡ്. കുസ്കുസും കോണാണ്.
ഇതൊരു രക്ഷയില്ലായിരുന്നു. ചിക്കനും റൈസും അത് സൂപ്പറായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർന്നു. പക്ഷെ ഇത് ഞാൻ കഴിച്ചു, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ബാക്കി വെക്കുകയാണ്. ഞാൻ ബട്ടറൊക്കെ തേച്ചു. അപ്പൊ അടുത്തത് ഇത് നമുക്ക് തീർക്കാം. അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ലില്ലി ബ്രൈൻസ് ഡബിൾ ഡെലിഷ്യസ് ഡബിൾ ചോക്ലേറ്റ് ബൂസ്റ്റ് കഴിക്കാൻ പോവാണ്. അടിപൊളി. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിലെ ലാസ്റ്റ് ഐറ്റം ഞാൻ കഴിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ 2 ഫ്ലേവറാണ്. ഉള്ളിലാണ് ചോക്ലേറ്റ് ഫില്ല്. ഒരു രക്ഷയില്ല, അടിപൊളി. അങ്ങനെ ഞാൻ ബാർബി സിനിമ കണ്ടു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തെന്ന കുറച്ച് ഗെയിം കളിക്കാമെന്ന്. അപ്പൊ ഗെയിം കളിക്കാണ് ഇപ്പോൾ. എന്തെങ്കിലുമൊക്കെ നേരം പൊക്കെ വേണമല്ലോ. അങ്ങനെ യൂനോ കളിച്ച് കുറേ നേരം കമ്പ്യൂട്ടറോട് മല്ലടിച്ച് ക്രിസായിട്ട് ജയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഡബ്ലിനിലത്തെ ടൈം 2:46 അബുദാബിയിലത്തെ ടൈം ഇനി 1 മണിക്കൂർ യാത്ര ചെയ്യാൻ 1 മണിക്കൂർ 18 മിനിറ്റ് ഉണ്ട്. 17:46 ആകുമ്പോൾ അബുദാബി എത്തും. അപ്പോൾ നമുക്ക് ഒരു പൊട്ടറ്റോ ചെഡാർ സ്പിനാച്ച് ചൈഫ് പേസ്ട്രി സ്നാക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡ്രിങ്ക്സും. ഇതാണ് നമ്മുടെ പൊട്ടറ്റോ ചെഡാർ സ്പിനാച്ച് ആൻഡ് ചൈഫ് പേസ്ട്രി സ്നാക്ക്. ലാസ്റ്റ് 1 സെക്കൻഡാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ. ഇന്ന് നമുക്ക് കാണാം, റൂട്ട് മാപ്പ് കാണാം. ഇങ്ങനെയാണ് ഏതൊക്കെ റൂട്ടിൽ കൂടാണ് പോയത്, എത്ര ഡിസ്റ്റൻസ് കവറായി, എത്ര ടൈം മൊത്തത്തിലെടുത്തു ഡബ്ലിൻ ടു അബുദാബി. ഇപ്പോഴത്തെ കറണ്ട് ടൈം എന്ന് പറയുന്നത് 4:10 ഡബ്ലിനിൽ വൈകുന്നേരം, ഈവനിങ് 4:10. അബുദാബിയിലത്തെ കറണ്ട് ടൈം എന്ന് പറയുമ്പോൾ 7:10. നമുക്ക് നോക്കാം എത്ര മൈൽസ് ആണ് ഡബ്ലിൻ ടു അബുദാബി. ഒരു 4007 മൈൽസ് ആണ് റഫ്ലി. സമയം എടുത്തത് ഒരു 6 hours 45 minutes. ബൈ, താങ്ക് യു. ഞങ്ങളുടെ ഫ്ലൈറ്റ് EY280 ആണ്. അത് 21:40 അതിൻ്റെ ടൈം. അതിൻ്റെ ഗേറ്റ് ഇപ്പോൾ എഴുതൂല, 2010 ഒക്കെ ആകുമ്പോഴാണ് ഗേറ്റ് ഇൻഫർമേഷൻ വരുള്ളൂ. പക്ഷെ നമ്മുടെ ടിക്കറ്റ് നമ്മുടെ കയ്യിലുള്ള കാരണം B24B 2055 ബോർഡിംഗ് സോൺ 2 ആണ് നമ്മുടെ EY280യുടെ. നമുക്ക് ഇതാണ് അബുദാബി എയർപോർട്ട്. നമുക്ക് നോക്കാം ഉള്ളിൽ പോയിട്ട് എങ്ങനെയാണ്. ഇവിടെയാണ് ട്രാൻസ്ഫർ. നമ്മൾ ആ ബസ്സിൽ കയറി വന്നു, നമ്മളെ ട്രാൻസ്ഫർ ചെയ്തു ഇങ്ങോട്ട്. ഇനി ഇവിടുന്ന് നമ്മൾ നമ്മുടെ ഈ സോണൊക്കെ നോക്കിയിട്ട് നമ്മുടെ ബോർഡിംഗ് സോണും ഗേറ്റൊക്കെ നോക്കി പോവാം. അത്രേ ഉള്ളൂ. അപ്പോൾ ട്രെയിനിൽ നമ്മൾ വാച്ച് വെക്കണം, ബെൽറ്റ് ഉണ്ടെങ്കിൽ ബെൽറ്റ് വെക്കണം. പിന്നെ നമ്മുടെ പേഴ്സൺ ക്യാമറ, പിന്നെ ലാപ്ടോപ്പ് ബാഗിൽ ലാപ്ടോപ്സും ഹാർഡ് ഡിസ്കും മൊബൈൽ ചാർജേഴ്സ്, ലാപ്ടോപ്പ് ചാർജേഴ്സ്, പിന്നെ നമ്മുടെ ജാക്കറ്റ് വെക്കണം, ബൂട്ട്സ് ഉണ്ടെങ്കിൽ ബൂട്ട്സ് വെക്കണം. അപ്പോൾ നമ്മുടെ ഫുൾ ക്യാബിൻ ബാഗേജ് നമ്മൾ വെക്കണം. അതാണ് സെക്യൂരിറ്റി ചെക്ക്. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട്
ഞങ്ങള് ഗേറ്റ് ബി ആണ്. അപ്പൊ ഗേറ്റ് ബിയിലോട്ട് പോവാം. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ മലയാളീസ് ഉണ്ട്. ഞങ്ങളെല്ലാരും കൂടി ഗേറ്റ് ബിയിലോട്ട് പോവാം. അപ്പൊ നമ്മളങ്ങനെ അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ ഗേറ്റ് ബി ആണ്. അപ്പൊ ബിയിലോട്ടാണ് നമ്മൾ പോണത്. ഡബ്ലിനെ പോലെ തന്നെ പല പല ഷോപ്സ് ഉണ്ട്. സ്മിത്ത്, പല ഷോപ്സ് ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ ഓർമ്മ വരും. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഇവിടെയാണ്. അപ്പോൾ അവർ ഓർമ്മ വരും. നല്ല അബുദാബിയിലത്തെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഇടുക്കാച്ചി എയർപോർട്ടാണ്. നല്ല ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുണ്ട് ലൈറ്റിങ്. കുറെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്സ്. ആക്ച്വലി ഞങ്ങളുടെ ഗേറ്റിന്റെ എക്സാക്ട് ഡീറ്റെയിൽസ് എഴുതാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം നമ്മൾ വെറുതെ ആദ്യം ബിയിലോട്ട് പോവാ, പിന്നെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് വരുന്നോടത്ത് വെച്ച് കാണാം എന്നോർക്കാം. നമ്മുടെ B24 ആണ്. അപ്പം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബുദാബിയിൽ ചിലപ്പോൾ നമുക്ക് വലിയ എയർപോർട്ടായിരുന്നു കൺഫ്യൂഷൻ ആയിരിക്കും. നമ്മൾ നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് എൻ്റെ B24 ആണ്. ഫൈലത്തെ ആരോ ലെഫ്റ്റ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് പോകുന്നു. കുറേ മലയാളീസൊക്കെ ഉണ്ട്. നമുക്ക് B24 അഗെയിൻ സ്ട്രെയിറ്റ് ആണ് കാണിക്കണേ. അപ്പോൾ സ്ട്രെയിറ്റ് പോവാം. എൻ്റെ ഫ്ലൈറ്റ് അധികം ടൈമില്ല, അപ്പോൾ നേരത്തെ തന്നെ പോവാന്ന് ഓർത്തു. വേഗം പോവാണ്. അപ്പം ഞാൻ അങ്ങനെ ഫൈനലി അബുദാബി എത്തി. ക്ഷീണമൊക്കെ ഉണ്ട്, നല്ല ക്ഷീണമുണ്ട്. 7 മണിക്കൂർ 7.5 മണിക്കൂറുള്ള ട്രാവലല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഗൈസ്. നിങ്ങൾക്ക് എയർപോർട്ടും അതിൻ്റെ ഇതൊക്കെ കാണാം. അബുദാബി നമ്മുടെ മലയാളീസ് ഒത്തിരി ഉള്ള വേറൊരു രാജ്യമാണ് പറയാലോ. ഇവിടെ ഈ രാജ്യത്ത് ഒത്തിരി മലയാളീസ് ഉണ്ട്. അപ്പോൾ ഇതും നമുക്ക് പ്രിയപ്പെട്ടൊരു കൺട്രി തന്നെയാണ്. അപ്പം അങ്ങനെ ഇവിടെ നിന്ന് ഇനി ഒരു ഏർലി മോർണിംഗ് 3 o'clock നമ്മൾ നമ്മുടെ സ്വന്തം കേരളത്തിലെത്തും. അപ്പം എക്സൈറ്റഡ് ആണ്. ഇനി ആ ടൈമിലൊക്കെ ലൈക്ക് നേരത്തെ അല്ലേ, അത് രാവിലെ അല്ലേ. അപ്പോൾ അവളെ എയിൻറ്റ് വരുന്നുണ്ടാവുള്ളൂ. എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്ന് അറിയില്ല. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാൻ ഈ റൂട്ട് നോക്കി പോട്ടെ. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഫ്ലോറസെന്റ് ഷൂസ്. ദുബായിൽ കാലിക്കുത്തി ഇലക്ട്രോണിക് ഷോപ്സ് ഒക്കെ ഫേമസ് ആണല്ലോ. അപ്പോൾ കുറേ ഇലക്ട്രോണിക് ഷോപ്സ് ഉണ്ട്. ഫുഡിൻ്റെ കുറേ ഷോപ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിൻ്റെ റെസ്റ്റ് റൂമിൽ വന്നേക്കാണ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ബാക്കി അവിടെ ചെന്നിട്ട് ലൈക്ക് ഫ്ലൈറ്റിൻ്റെ യാത്രകൾ ബാക്കി പറയാം. അപ്പോൾ സീ യു. അങ്ങനെ ഇത് വേറൊരു ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. ഇതിൻ്റെ പേര് പന, നമ്മുടെ നാട്ടിലെ പന എന്നൊക്കെ പറയണ പോലെ. പിന്നെ എൻ്റെ പേരും കുറച്ച് സാമ്യമായിട്ട് തോന്നി, അന്ന എന്നെ സ്കൂളിലൊക്കെ പന്നമോൾ എന്നൊക്കെ വിളിക്കും. അപ്പോൾ പന, അറബി നാടായ പനയിൽ ഈ എന്താ പറയുക ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നൊക്കെ പറയില്ലേ. അപ്പം അതിൻ്റെ ഒരു ഈറ്ററി ബാറൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് B22 to 26 ഗേറ്റ് കാണാറായി. ഇവിടെ പ്രയർ റൂമൊക്കെ ഉണ്ട്. വലിയൊരു എയർപോർട്ട് ആയതുകൊണ്ട് അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. അങ്ങനെ ഇവർ ഞങ്ങളെ പറ്റിച്ചു. EY280 ആണ്. ഇവിടെ A9 ആണ്. ആക്ച്വലി ടിക്കറ്റിൽ B24 B എന്നൊക്കെയായിരുന്നു എഴുതിയത്. പക്ഷെ ഇപ്പൊ ഗേറ്റ് അവർ മാറ്റി A9 ആക്കി. അപ്പൊ വന്ന വഴി മൊത്തം തിരിച്ചടക്കണം. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി അപ്ഡേറ്റ്സ് പറയാം. ഓക്കെ, അപ്പൊ സീ. അങ്ങനെ ഫൈനലി A6 to A9 എത്തി. കംപ്ലീറ്റ് ഡിഫറെൻറ്റ് റൂട്ടായിരുന്നു. ഞങ്ങൾ ബിയിൽ പോയിട്ട് പിന്നെ എയിൽ ഫുൾ തിരിച്ച് നടക്കേണ്ട അവസ്ഥയായിരുന്നു. നല്ല മടുത്തുണ്ട്, നന്നായി മടുത്തു. അധികം സമയമില്ലാത്ത കാരണം ഞങ്ങൾ വേഗം പോന്നു. കുറച്ച് മലയാളി ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് യാത്ര പോകുന്നു.
നമ്മുടെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പാണ്. അബുദാബിയിൽ എല്ലാവരും വന്ന മെയിനായിട്ട് കള്ളും പിന്നെ ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കാൻ പറ്റുന്ന ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പാണ്. അങ്ങനെ ഗേറ്റ് 9 എത്തി. ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. EY280 അബുദാബി ടു കൊച്ചി. ഒത്തിരി മലയാളികളെ കാണാം. അങ്ങനെ അവസാനം ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റ് കയറാണ്. കുറെ കൺഫ്യൂഷന് ശേഷമാണ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഫ്ലൈറ്റിൽ കയറി. ഇപ്പോൾ ഇവിടുന്ന് കൊച്ചിയിലോട്ടാണ്. അത്ര ഡിസ്റ്റൻസ് ഒന്നുമില്ല, 4 hours 30 minutes ആണ് ഓൾമോസ്റ്റ് വരിക. അപ്പോൾ സൈഡ് സീറ്റിലാണ് കിട്ടിയത്. സൈഡ് സീറ്റിലിരിക്കുന്നു. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ വീഡിയോ കാണിച്ചു തരാം. അത്യാവശ്യം ഫ്ലൈറ്റിൽ ആൾക്കാർ നല്ലോണം ഫുള്ളാണ്. അത് അത്ര അടിപൊളി ഫ്ലൈറ്റൊന്നും പറയാനില്ല. അതൊരു സാധാ ഫ്ലൈറ്റാണ്. ടിവിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ ടേക്ക് ഓഫിന് സമയമായിട്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ കുറച്ച് ക്രാക്കേഴ്സ് ഒക്കെ പൊട്ടിച്ചായിരുന്നു ഈദ് മുബാറക്ക് ആയതുകൊണ്ട്. പക്ഷെ നമുക്കത് വീഡിയോയിൽ അങ്ങനെ കിട്ടിയില്ല, ഗ്ലാസ് ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇവിടെ ഇരുട്ടായതുകൊണ്ട് കുഞ്ഞു ബേബീസിനൊക്കെ കുറച്ച് പേടിയാ. പിന്നെ പ്രഷറിന്റെ ഇഷ്യൂ ഒക്കെ ഉള്ളുണ്ട്. അവർ ട്രാവലൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ള കാരണം ബേബീസൊക്കെ കുറച്ച് കരച്ചില്ല ആവും തോന്നും. അങ്ങനെ ടേക്ക് ഓഫ് ആയി. Cabin crew seats for departure. ഇന്ത്യൻ ട്രെയിൻ 11:30-ക്കാണ് ടേക്ക് ഓഫ്. ദുബായ് നൈറ്റില് ഉള്ളൊരു വ്യൂ ആണിത്. അത് മുകളിലോട്ട് കയറും തോറും നല്ല ഭംഗിയാണ് കാണാൻ. ഫുൾ ലൈറ്റ് ഉള്ളൊരു സിറ്റിയാണ്. അടിപൊളിയല്ലേ കാണാൻ. ഫുൾ ഓൺ ലൈറ്റ്. ഇപ്പൊ ഇവിടത്തെ ഏകദേശം ഒരു 10 മണിയാണെന്ന് തോന്നുന്നു. എനിക്ക് 10 മണിക്കാന്ന് തോന്നുന്നു. എന്തായാലും ഇന്ത്യൻ ടൈം ഒരു 11:30. വാവ്, കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ. എന്തായാലും ഈ ട്രിപ്പിന് സൈഡ് സീറ്റ് കിട്ടിയത് എന്തായാലും അടിപൊളിയായി. അപ്പൊ ഇതാണ് നമ്മുടെ ഫുൾ അബുദാബി. രാത്രി നാളത്തെ കൊണ്ടാണ് ഇപ്പൊ കഴിക്കുന്നത്. അപ്പൊ ഇപ്പോ ഇന്ത്യൻ സമയം 12:40 ഇപ്പോഴാണ് ഞങ്ങക്ക് ഫുഡ്. അപ്പോ ഞാനൊരു കോക്ക് പറഞ്ഞു. പിന്നെ ഇതാണ് അവർ തന്ന ഒരു പാക്ക്. എന്താന്ന് അറിയില്ല സംഭവം എന്താന്ന് മനസ്സിലായില്ല. ഈ ഒരു ഫുഡ്, പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ട്, പിന്നെ ഇത് ചിക്കൻ ആണ്. ചിക്കനും റൈസും
ഇത് ഈദ് മുബാറക് ആണ്. ഈദ് മുബാറക്കിന്റെ ഒരു സ്പെഷ്യൽ ഡെസേർട്ട് ആണ് എത്തിഹാഡിന്റെ വക. ക്ലിയർ ആണോന്ന് അറിയില്ല. അതെ, അങ്ങനെ നമ്മുടെ നാട്ടിലെത്തി. മഴ 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 അടിപൊളി അടിപൊളി കറക്റ്റ് ലാൻഡിങ് ആയിട്ടുണ്ട്. സന്തോഷായി. അങ്ങനെ മഴ കേരളത്തിലെത്തിയതും മഴ. എന്റെ ടൈമിങ് ഭയങ്കര കോയിൻസിഡൻസ്. സന്തോഷം. അടിപൊളി. അങ്ങനെ നമ്മുടെ ഒരു ലോങ് ജേർണി ഡബ്ലിൻ ടു നമ്മുടെ സ്വന്തം നാട്ടിൽ, നമ്മുടെ സ്വന്തം കേരളത്തിലെത്തി. من أجل سلامتكم نرجو منكم البقاء جالسين في مقاعدكم وإبقاء زمن المقاعد مربوطة بإحكام إلى أن تتوقف الطائرة توقفا كليا ويتم إطفاء. അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. നല്ല മഴയാണ്. അടിപൊളി ലാൻഡിംഗ് ആണ്. ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ കാല് കുത്തിയതും മഴ കാണാൻ പറ്റി. അപ്പോ ഓക്കെ, അപ്പൊ ഇനി എയർപോർട്ടിൽ ഇറങ്ങിയ രംഗങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ സ്വന്തം കേരളത്തിൽ എത്തി. അങ്ങനെ നമ്മൾ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി വിവരങ്ങൾ ഞാൻ വീട്ടിലെത്തുമ്പോൾ പറയുന്നതായിരിക്കും. നമ്മുടെ ബാഗേജ് ക്ലെയിമിന് വേണ്ടി പോവാണ്. നേരെയാണത്. ഇതാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ബാഗേജ് ക്ലെയിം ഏരിയ. അപ്പോൾ എൻ്റെ 3 പെട്ടിണ്ടായിരുന്നു, 3 കിട്ടി. പക്ഷെ മഴ നനഞ്ഞിരിക്കുന്നുണ്ട്, എന്താണെന്നും അറിയില്ല. പക്ഷെ ഓൾ ഗുഡ്, എല്ലാം കിട്ടി. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോവാണ്. പിന്നെ കാണാം.